ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പ്രചരണ രംഗം കൊഴുത്തു. ഇടതു വലതു മുന്നണികൾക്കൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥിയും പ്രചരണം സജീവമാക്കി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയി കെ പൗലോസ് ചെറുതോണിയിൽ റോഡ് ഷോയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വ്യാപാരികളെ നേരിൽ കാണുകയും ചെയ്തു. എൻഡിഎ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. പ്രവർത്തകരിൽ ആവേശം വിതറിയ പ്രചരണമാണ് മണ്ഡലത്തിൽ 3 മുന്നണികളും നടത്തുന്നത്. വിശദാംശങ്ങളുമായി ബിജു ചേരുന്നു. ബിജു, സ്ഥാനാർത്ഥികൾ ഇപ്പോഴും പ്രചരണം തുടരുകയാണോ? ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടതു വലത് മുന്നണി സ്ഥാനാർത്ഥികളും എൻഡിഎ സ്ഥാനാർത്ഥികളും ഇന്ന് മണ്ഡലത്തിൽ വോട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി പ്രചരണത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച എല്ലാ വർഷത്തെയും പോലെ ആവശ്യമായ സമയം നൽകാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഡേറ്റുകൾ നിശ്ചയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ശരിക്കും വോട്ടപ്രദക്ഷിണത്തിലാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുൻ എംഎൽഎയും മന്ത്രിയുമായിരുന്ന റോഷി അഗസ്റ്റിൻ ഇന്ന് ഇടുക്കിയിലെ അതായത് കളക്ടറേറ്റിലെത്തി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യ വരണാധികാരി അതുൽ സ്വാമിനാഥന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കുന്ന റോയി കെ പൗലോസ് ഇന്ന് ജില്ലാ ആസ്ഥാന മേഖലയിലാണ് സമയം ചെലവഴിച്ചത്. അദ്ദേഹം ഇന്ന് ചെറുതോണി പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം ചെറുതോണി ടൗണിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. എൻഡിഎ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ ഇന്ന് കട്ടപ്പന മേഖലയിലാണ് പ്രചരണം നടത്തിയത്. അദ്ദേഹം മണ്ഡലത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെയാണ് ആദ്യം കാണുന്നത്. ആ ഒരു നിലയിലേക്കാണ് എൻഡിഎ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ പത്രിക സമർപ്പിച്ച ശേഷം ചെറുതോണി ടൗണിൽ ഉൾപ്പെടെ വ്യാപാരികളെ കണ്ട് യാത്രക്കാരെ ഒക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ശേഷം കട്ടപ്പന മേഖലയിലെ വ്യാപാരികളെയാണ് റോഷി അഗസ്റ്റിൻ ഇന്ന് കണ്ടത്. റോയി കെ പൗലോസ് ചെറുതോണിയിൽ റോഡ് ഷോ നടത്തിയതിനു ശേഷം വ്യാപാരശാലകളിലൊക്കെ വന്ന വോട്ടർമാരെ നേരിൽ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമായും ചെയ്ത് കേരള കോൺഗ്രസിന് UDF ഇവിടെ കോൺഗ്രസിൽ സീറ്റ് വിട്ട് നൽകിയ സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കേരള കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ചില നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാനുള്ള ശ്രമവും റോയി കെ പൗലോസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ചർച്ച വിജയം കണ്ടു. അത് ലക്ഷ്യത്തിലെത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രതികരണമൊന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അതായത് തിങ്കളാഴ്ച തന്നെ റോയി കെ പൗലോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതുപോലെ തിങ്കളാഴ്ച തന്നെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ശരിക്കും ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളും കട്ടപ്പന ഉൾപ്പെടുന്ന നഗരസഭയും എല്ലാം UDF ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതു മുന്നണിക്കും എൻഡിഎക്കും വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രം തന്നെ മെനഞ്ഞ് പ്രവർത്തിക്കേണ്ടി വരും. എന്താണെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ എത്തിയതോടുകൂടി ഇന്ന് റോഡ് ഷോയിൽ ഉൾപ്പെടെ വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ UDF ഉണ്ടായിരിക്കുന്നത്. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇടതു വലതു മുന്നണികൾ ശക്തമായ പ്രചരണത്തിലാണ്. എൻഡിഎയിലെ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ മുൻപ് ബിജു മാധവനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എങ്കിൽ തീപാറും ഒരു പോരാട്ടം എന്ന് തന്നെയാണ് അണികളും കരുതിയത്. പക്ഷേ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പ്രചരണം തുടങ്ങുന്ന ആദ്യ ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ ത്രികോണ മത്സരമില്ലെങ്കിലും ഇടതു വലതു മുന്നണികൾ ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു.